അറിവിലൂടെ അറിവില്ലായ്മയെ അറിയാം, അറിവില്ലായ്മയിലൂടെ അറിവിനെയും. മനുഷ്യന് അനുഭവമായ ദൈവത്തെ അവൻ വർണ്ണിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അത് ഏകദേശം മനുഷ്യനെ പോലെ ആയിട്ടുണ്ട്. അത് ഏകദേശം പുരുഷനെ പോലെയുമായിട്ടുണ്ട്. ദൈവം ഒരാണാണ് എന്ന് പറഞ്ഞാൽ പലരും സമ്മതിക്കുന്നില്ലെങ്കിലും പെണ്ണാണ് ദൈവം എന്ന് പറഞ്ഞാൽ പെണ്ണുൾപ്പെടെ ആരും സമ്മതിക്കില്ല. കാരണം പുരുഷ കേന്ദ്രീകൃതമായ ഒരു ബോധത്തിൽ നിന്നാണ് ദൈവമെന്ന് പറയുന്ന അനുഭവമാവട്ടെ, സങ്കല്പമാവട്ടെ, അറിവാവട്ടെ, എന്തോ ആവട്ടെ ഉണ്ടായിട്ടുള്ളത്. ആത്മപുരുഷൻ എന്നാണ് പറയുക. പുരുഷന് നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള അർത്ഥങ്ങളൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ആണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ആണുങ്ങൾ പറയുമ്പോൾ അത് ആണിന് പ്രയോറിറ്റി കൊടുത്തിട്ടേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് വേദാന്ത ശാസ്ത്രം ഉൾപ്പെടെ അതേത് മതങ്ങളായാലും, അത് മതങ്ങളാവട്ടെ, ദർശനങ്ങളാവട്ടെ, തത്വചിന്തകളാവട്ടെ, ഏതിലൂടെ നമ്മൾ കടന്നുപോയാലും ആണിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ജന്മത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആണായി ജനിക്കാൻ ഭാഗ്യം വേണം, പെണ്ണായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രയാസമുള്ള കാര്യമാണ്. നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് പുണ്യം ചെയ്താലേ ആണായിട്ട് ജനിക്കാൻ പറ്റൂ. പിന്നെ മുമുക്ഷയായിട്ട് ജനിക്കാൻ വീണ്ടും ഭാഗ്യം വേണം. ഇങ്ങനെയാണ് ആ ഒരു ശ്രേണി പറയുമ്പോൾ പെണ്ണ് കഴിഞ്ഞിട്ടാണ് ആണ് വരിക. അതുകൊണ്ട് ആണും പെണ്ണും ചേർന്നുള്ള ഒരു ആണ് ദൈവത്തെ പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ മനുഷ്യനല്ല എങ്കിലും ഏകദേശം മനുഷ്യനെ പോലെയുള്ള കാണുന്ന, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന, രക്ഷിക്കുന്ന, ശിക്ഷിക്കുന്ന, ഈ ഭൂമിയിൽ ഉള്ള അവനറിയാവുന്ന, അവനനുഭവിച്ചിട്ടുള്ള വസ്തുക്കളെ വെച്ചിട്ടാണ് മനുഷ്യൻ സ്വർഗവും നരകമൊക്കെ സൃഷ്ടിച്ചത്, സുഖദുഃഖങ്ങളെക്കുറിച്ച് പറഞ്ഞത്. മനുഷ്യൻ്റെ ഒരു ധാരണ, ഭൗതികമായ സാഹചര്യങ്ങൾ നമ്മളേറ്റവും കൂടുതൽ ഇവിടെ ഭൂമിയിൽ കൊതിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഒരുപാട് കിട്ടിയാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ആനന്ദം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിരുന്ന മനുഷ്യർ സ്വർഗത്തെ നരകത്തെയൊക്കെ സൃഷ്ടിച്ചപ്പോൾ ഇവിടെ ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്നതൊക്കെ അതിൻ്റെ ഇരട്ടിച്ച് അവിടെ അവതരിപ്പിക്കുകയും ഇവിടെ അവർക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുമെന്ന് കരുതുന്നതൊക്കെ അവിടെ അധികരിപ്പിക്കുകയും ചെയ്തു. നമ്മളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം ആവശ്യത്തിൽ കൂടുതൽ ഇത്തിരി കഴിച്ചാൽ നമുക്ക് ആ ഇഷ്ടപ്പെട്ട ഭക്ഷണം പിന്നെ ഒന്നിനും കൊള്ളാത്തൊരു വസ്തു പോലെ തോന്നും. പക്ഷെ അവൻ സ്വർഗത്തെ സൃഷ്ടിക്കുമ്പോൾ അവനറിയാവുന്ന, അവൻ അനുഭവിച്ചിട്ടുള്ള, അവൻ ജീവിച്ചിട്ടുള്ള ഒരു ലോകത്തിൻ്റെ പരമാവധിയെ സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ആത്മാവിനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ, സ്വർഗത്തെ, ദൈവത്തെ എന്തിനൊക്കെ മനുഷ്യൻ അവതരിപ്പിക്കുമ്പോഴും അത് മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ള ലോകത്തിനോട് ചേർത്ത് വെച്ചാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ അതിൻ്റെ ഏറ്റവും അതിശയോക്തിയോടു കൂടിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ ലോകത്തെ നാം സംശയത്തോടെ സമീപിക്കേണ്ടതുണ്ട്. നമ്മൾക്ക് എന്താണ് അറിയാൻ കഴിയുന്നത്? അറിയാൻ കഴിയുന്നത് ഭൗതിക ലോകത്തെയാണ്. അത് നമ്മൾ നന്നായി അറിയുകയും വേണം. തീയിൽ വിരൽ വെച്ച് കഴിഞ്ഞാൽ പൊള്ളുമെന്നറിയണം. ഉറക്കെ സംസാരിച്ചാൽ അപ്പുറത്തിരിക്കുന്നവർക്ക് വിഷമാവുമെന്നറിയണം. മുഖം വിഷണ്ണമായിട്ടിരിക്കുമ്പോൾ തന്നെക്കൊണ്ട് എന്തോ ഒരു ആവശ്യം അവർക്കുണ്ട് എന്ന് അറിയാൻ കഴിയണം.
ഭൂമിയുടെ ചലനം, ഭൂമിയും മറ്റു ഗ്രഹങ്ങളും നക്ഷത്ര സമൂഹങ്ങളും തമ്മിലുള്ള ബന്ധം, ഭൂമിയിൽ എവിടെ കുഴിച്ചാൽ വെള്ളം കിട്ടും, എന്തൊക്കെ കഴിച്ചാൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ശരീരത്തിൻ്റെ ആന്തരികമായ അവയവങ്ങൾ എങ്ങനെയൊക്കെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതിന് കേടുപാട് പറ്റിയാൽ എങ്ങനെയൊക്കെ അത് ശരിയാക്കിയെടുക്കാം, ഇങ്ങനെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ ലോകങ്ങളെക്കുറിച്ച്, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, അതിലൂടെ ആർജിക്കാൻ കഴിയുന്ന അറിവുകളെക്കുറിച്ചൊക്കെ നമുക്ക് ആഴത്തിലുള്ള അറിവുണ്ടാവണം. ഒക്കെ ഭൗതികമായ ജ്ഞാനങ്ങളാണ്, വളരെ പ്രധാനമാണ് ജീവിതത്തിന്. നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് രുചിക്കുക, നമ്മളുടെ എല്ലാ തരത്തിലുമുള്ള താല്പര്യങ്ങളെയും കഴിയുന്നത്ര ആരോഗ്യപരമായ രീതിയിൽ ഹൃദ്യമായിട്ട് ജീവിക്കുക, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതിനൊക്കെ നമുക്ക് അറിവ് വേണം. ഏത് കണ്ടാൽ, ഏത് കേട്ടാൽ, ഏത് മനസ്സിലാക്കിയാൽ, ഏത് തരം ചികിത്സ, ഏത് തരം ഭക്ഷണം കഴിച്ചാൽ ഈ ഭൗതികമായ ലോകത്തിൽ ജീവിക്കേണ്ടി വരുന്ന നാം മനുഷ്യർക്ക് നമ്മളുടെ ജീവിതത്തെ സുഗമമാക്കാൻ സഹായിക്കുന്ന രീതിയിൽ അന്തരീക്ഷമൊരുക്കിയെടുക്കാൻ വേണ്ടി പ്രകൃതിയുടെ ഫങ്ഷനിങ്, പ്രവർത്തനം വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും സ്വസ്ഥത നൽകുന്ന രീതിയിൽ വഴക്കമുള്ളതാക്കി മാറ്റുകയും, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നതാണ്. അതിന് നമുക്ക് ആഴത്തിലുള്ള അറിവുണ്ടാവേണ്ടതുണ്ട്. നല്ല ചൂടുള്ള സ്ഥലത്ത് ആ ചൂടിൽ നിന്ന് പുറത്തു വരാൻ, ആ ചൂട് സഹിക്കവയ്യാതെ ആകുമ്പോഴാണ് ഒരാൾ അപ്പുറത്ത് കിടക്കുന്ന ഇലയോ എടുത്ത് വീശിയിട്ടുണ്ടാവുക. ആ ഒരു വലിപ്പം കൂടിയ ഇലയെടുത്ത് വീശിയതിൽ നിന്ന് തുടങ്ങിയ അറിവ് പിന്നെ പാള കെട്ടി അതിൽ വടി കെട്ടി വീശാൻ തുടങ്ങി, ഇലകൾ കുറേ പറിച്ചിട്ട് വീശാൻ തുടങ്ങി. ഇങ്ങനെ അന്ന് തുടങ്ങിയ ആ ഒരു വീശലിൻ്റെ അറിവിൻ്റെ പരിണാമമാണ്, നിരന്തരമായ അന്വേഷണമാണ് ഇന്ന് AC മുറിയിലിരുന്ന് ശീതോഷ്ണങ്ങളെ ക്രമീകരിക്കുന്ന ഒരറിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളുടെ ശരീരത്തിനെ സ്വസ്ഥതയോടെ നിലനിർത്താൻ സഹായിക്കുന്ന രീതിയിൽ പ്രകൃതിയിലുള്ള ശീതോഷ്ണങ്ങളെ സമീകരിച്ച് അനുഭവിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മൾ നമ്മുടെ അറിവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. ഇങ്ങനെ ഓരോ കാര്യവും പ്രായമാകുമ്പോൾ കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ എന്തൊക്കെ നമ്മൾ കണ്ണിലൊഴിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ വികാസ പരിണാമമാണ് കണ്ണട എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയെടുത്തത്. മൈക്രോസ്കോപ്പും ടെലസ്കോപ്പ് നമ്മൾ ഉണ്ടാക്കി, കാഴ്ചയെ നമ്മൾ പരിണമിപ്പിച്ചു. ഫോണുണ്ടാക്കി, കാതിനെ പരിണമിപ്പിച്ചു. കേൾക്കുക എന്ന് പറയുന്ന വളരെ പരിമിതമായ ഇടങ്ങളെ മാത്രം കേൾക്കുക എന്ന് പറയുന്നിടത്ത് നിന്ന് ഈവൻ ചന്ദ്രനിലുള്ളത് പോലും കേൾക്കാവുന്ന തരത്തിലേക്ക് നമ്മൾ ചെവിയെ പരിണമിപ്പിച്ച് എടുക്കാൻ എത്രയോ അറിവിൻ്റെ ലോകത്തെ വികസിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഭൗതികമായ അറിവുകളാണ്. ഈ ഭൗതികമായ അറിവ് നേടാൻ നമ്മൾ ഉപയോഗിച്ച കരണങ്ങൾ വെച്ചിട്ടാണ്, ടൂളുകൾ വെച്ചിട്ടാണ് മനുഷ്യരെല്ലാം ഭൗതികാതീതമായിട്ടുള്ള, നമ്മൾ ആത്മീയമെന്നൊക്കെ പറയുന്ന, സ്വർഗീയമെന്നൊക്കെ പറയുന്ന അനുഭവത്തെയും വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. അന്ന് തുടങ്ങിയതാണ് നമ്മുടെ അബദ്ധം എന്ന് പറയുന്നത്. അറിവിൻ്റെ ലോകത്തിലേക്ക് നാം അറിയാനായി നമ്മൾ ഉപയോഗിച്ച കരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ അറിവിനും കാരണമായിരിക്കുന്ന അധിഷ്ഠാനത്തെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും ശ്രമിച്ചതുകൊണ്ടാണ് ദൈവം ഏകദേശം മനുഷ്യനെ പോലെ ആയതും സ്വർഗം എന്ന് പറയുന്നതും നരകം എന്നും പറയുന്നതൊക്കെ മനുഷ്യൻ ഇവിടെ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളുടെ ലോകങ്ങളെ ചേർത്ത് വെച്ച് അവതരിപ്പിച്ചതും.
ഭൗതികമായ സാഹചര്യങ്ങൾ ഏറ്റവും അനുകൂലമായി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചത് പട്ടിണിയെടുക്കുന്നവരാണ്. സുഖലോലുപതയിൽ കഴിയുന്ന ഒരാളോട് പോയി ചോദിച്ചാൽ, നമുക്കെന്തും നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്ന ഒരാളോട് പോയി ചോദിക്കും നമ്മൾ, നിങ്ങൾക്ക് വിഭവസമൃദ്ധമായ, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് ലഭ്യമാണ്, നിങ്ങൾ സന്തോഷത്തിലാണോ? അയാൾ പറയും ഒരിക്കലും അല്ല. അയാൾ അതിനപ്പുറത്ത് എന്തോ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം എന്തിനാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഞാനൊരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലെ 5% ഫീച്ചേഴ്സ് പോലും ഞാൻ ഉപയോഗിക്കുന്നില്ല. 5% പോലും ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നില്ല. എന്നാലും ഈ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനെ പ്രതി ഞാൻ നിരാശനായിരിക്കും എവിടെയോ. കാരണം പുതിയ പുതിയ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൊബൈൽ ഫോണുകൾ ഇറങ്ങുമ്പോൾ അത് കിട്ടിയിരുന്നെങ്കിൽ, എന്തിനാണെന്നുള്ള ചോദ്യമൊന്നുമില്ല. ഞാനിത് ഉപയോഗിക്കുന്നുണ്ടോ, ഇതെനിക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ടോ, ഇതെൻ്റെ ജീവിതത്തിനെ ആനന്ദപ്രദമാക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് കിട്ടിയാൽ ഒരു പ്രത്യേക സന്തോഷമാണ് എന്ന ധാരണയാണ്. എന്നിട്ടത് കിട്ടിയിട്ടോ? ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് ഒരു സമയത്ത് ഫോണിൻ്റെ ലോകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോണായിരുന്നു. അത് കിട്ടിയാൽ പരമമായ ആനന്ദമുണ്ടാകുമെന്ന് വിശ്വസിച്ചിരുന്നു. അത് കയ്യിൽ കിട്ടുമ്പോൾ 10 അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് ഇറങ്ങിയപ്പോൾ ഇത് ഏറ്റവും കുറഞ്ഞൊരു ഫോണായിട്ട് മാറി. നമ്മളിരിക്കുന്ന ഇടം എപ്പോഴും നമുക്ക് കുറഞ്ഞതായിട്ട് തോന്നുകയും അപ്പുറത്തിരിക്കുന്ന ഒരു ഇടം കുറച്ചും കൂടി വികസിച്ചാൽ പരമമായിരിക്കുന്ന ആനന്ദവും സമാധാനവും ആഹ്ലാദമൊക്കെ ഉണ്ടാകുമെന്ന് ധരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനൊരു സ്വർഗത്തെ സൃഷ്ടിച്ചാൽ, ഞാനൊരു മരണാനന്തര ജീവിതത്തെ സൃഷ്ടിച്ചാൽ, ഈ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡായ ഇതുവരെ ഇറങ്ങിയിട്ടില്ലാത്ത ഒരു ഫോൺ കിട്ടുന്ന ഇടമായിരിക്കും അത് എന്നാണ് ഞാൻ ഫോൺ സ്നേഹിക്കുന്ന ആളുകളോട് പറയുക. മദ്യവും സ്ത്രീകളും ആണ് ജീവിതത്തിൻ്റെ ഏറ്റവും ആനന്ദത്തിന് കാരണമായിരിക്കുന്നതെന്ന് വിശ്വസിച്ചിരുന്ന പ്രാകൃത സമൂഹത്തിൽ സ്വർഗസങ്കല്പം ഉണ്ടായപ്പോൾ അത് ആ കാര്യത്തിൽ മാത്രമാണ് മതത്തിന് ഒരു വിഭാഗീയതയില്ലാത്തത്. അത് ഹിന്ദുക്കളാണെങ്കിലും അവർക്ക് ദേവലോകത്ത് ഇങ്ങനെ മദ്യം കുടിച്ച് നടക്കുന്ന ദേവന്മാരാണ്. അത് ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദുക്കളാവട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ആർക്കും. കാരണം അന്ന് ഏറ്റവും അവൈലബിളായിരുന്ന, മനുഷ്യർക്ക് അവൈലബിളായിരുന്ന സുഖലോലുപതയുടെ 2 ഇടങ്ങൾ മദ്യവും സ്ത്രീയുമാണ്. സ്ത്രീ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നൊരു വസ്തു മാത്രമായിരുന്നു. സ്ത്രീ ഒരു ഇൻഡിവിജ്വലായിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അത് നമ്മളിഞ്ഞ് വ്യാഖ്യാനിച്ച് ശരിയാക്കി ക്ഷീണിക്കേണ്ട കാര്യമില്ല. അത് മതം ഇല്ലാത്തടത്തും മതമുള്ളിടത്തും എല്ലാം എല്ലായിടത്തെ കാര്യമാണ് പറയുന്നത്. അറിവിൻ്റെ ലോകം, നാം അനുഭവിച്ച, നാം മനസ്സിലാക്കിയിട്ടുള്ള, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അറിവിൻ്റെ ലോകത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ അവസ്ഥയാണ് പരമമായ ജ്ഞാനമെന്ന് തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് അറിവിൻ്റെ ലോകത്ത് സഞ്ചരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ദോഷമെന്ന് പറയുന്നു. ഇനി ഭൗതികത മാറ്റിവെക്കുക, ഇനി ആത്മീയതയിലേക്ക് വരിക. ആനന്ദം എന്ന് പറയുന്ന ഒരു മൂല്യത്തെയാണ് ആത്മീയത മാനദണ്ഡമാക്കി വച്ചിട്ടുള്ളത്. എന്താണ് ആനന്ദം? നമ്മുടെ അറിവിൽ ആനന്ദം എന്ന് പറയുന്നത് പ്ലഷറാണ്. കാണുമ്പോൾ, നല്ല കാഴ്ച കാണുമ്പോൾ കിട്ടുന്ന ആനന്ദം, നല്ല സംഗീതം കേൾക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, ഹൃദ്യമായിട്ടുള്ള സ്പർശത്തിൽ അനുഭവിക്കുന്ന ആനന്ദം, ലൈംഗികതയിൽ അനുഭവിക്കുന്ന ആനന്ദം വളരെ ബ്യൂട്ടിഫുള്ളാണ്, ഒരു സംശയമില്ല. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ, ലൈംഗികതയിലൂടെ, കാവ്യാസ്വാദനങ്ങളിലൂടെ, സംഗീതാസ്വാദനങ്ങളിലൂടെ
ശ്രാവ്യ ദൃശ്യ മാധ്യമങ്ങളിലൂടെ അനുഭവിക്കുന്ന ആനന്ദം, പ്ലഷർ, അതാണ് നമ്മൾ മാനദണ്ഡമാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പം ഞാനൊരു സ്ഥലത്ത് വായിച്ചു, നിങ്ങൾ ലൈംഗിക ബന്ധത്തിലൂടെ അനുഭവിക്കുന്ന ആനന്ദത്തിൻ്റെ 1000 മടങ്ങ് ആനന്ദമായിരിക്കും ബ്രഹ്മജ്ഞാനം നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ അനുഭവിക്കുക. കാരണം നമുക്ക് ലൈംഗിക ആനന്ദത്തെയാണ് മാനദണ്ഡമാക്കി വയ്ക്കാൻ പറ്റുന്നുള്ളൂ. നമ്മളുടെ അറിവിലുള്ള, നമ്മുടെ അനുഭവത്തിലുള്ള ഒരിടത്തെ മാനദണ്ഡമാക്കി വെച്ചിട്ടാണ്, ഒരറിവിനെ, ഒരു അനുഭവത്തെ മാനദണ്ഡമാക്കി വെച്ചിട്ടാണ് നമ്മൾ ആനന്ദത്തെ വ്യാഖ്യാനിക്കുന്നത്. എന്നിട്ട് പരമമായ ആനന്ദം കിട്ടാൻ വേണ്ടി നിരന്തരമായ ധ്യാനത്തിലും പ്രാർത്ഥനയിലും യാത്രകളിലുമൊക്കെ ഏർപ്പെടുന്ന മനുഷ്യൻ അവൻ എന്തിനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്? കള്ളു കുടിക്കുന്ന ഒരാൾ തൽക്കാലം ഞാനിവിടെ നിർത്തിയിട്ട് ആരാധന ചെയ്യുന്നത്, പ്രാർത്ഥന ചെയ്യുന്നത്, ദൈവത്തിൽ വിശ്വസിക്കുന്നത് മരിച്ചു ചെന്നാൽ മദ്യപ്പുഴയിൽ നിന്ന് മദ്യം കോരി കുടിക്കാൻ വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നത് പോലെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്ലഷറിൻ്റെ അനേകമിരട്ടി പ്ലഷർ അനുഭവിക്കാൻ വേണ്ടിയാണ് ഒരാൾ ധ്യാനിക്കുന്നതെങ്കിൽ, ഒരാൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, ഒരാൾ അറിയാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ ആളേക്കാൾ വലിയ വിഡ്ഢിയില്ല. ആനന്ദം പ്ലഷറല്ല. പ്ലഷർ ക്ഷീണിപ്പിക്കുന്ന ഒന്നാണ്. അത് കുറഞ്ഞ ഒന്നല്ല. തീർച്ചയായിട്ടും അത് പലതരത്തിലുള്ള അയവിനെ, പലതരത്തിലുള്ള സ്വസ്ഥതയെ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ആത്മീയമായ ആനന്ദമെന്ന് പറയുന്നത് സമാധാനമാണ്. അതെന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുന്നതല്ല, അത് എന്തെങ്കിലും അറിഞ്ഞിട്ട് കിട്ടുന്നതല്ല. അത് ചെയ്തികളില്ലാതെയാകുമ്പോൾ, അത് അറിവുകളൊക്കെ ഇല്ലാതെയാകുമ്പോൾ വന്ന് ഭവിക്കുന്ന ഒരു ഒഴിഞ്ഞ അവസ്ഥയാണ്, സ്വസ്ഥതയാണ്. ആ അറിവില്ലായ്മയെ, ആ പ്ലഷറില്ലായ്മയെ, അതിനെയാണ് മൂല്യവത്തായ ആനന്ദം എന്ന് പറയുന്നത്. അതൊരു വാല്യൂ ആണ്. അറിവിലൂടെ നമ്മൾ അറിയുക, ആ അറിവില്ലായ്മയാണ് അറിയുക. സൂക്ഷ്മമായിട്ട് അറിഞ്ഞ് പോകുമ്പോൾ, ഹിമാലയത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എപ്പോഴും അത് അനുഭവിച്ചിട്ടുണ്ട്. കുറേ മനുഷ്യരെയും വർണ്ണപ്പകിട്ടാർന്ന നഗരങ്ങളും പുഴകളും അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും കുതിച്ചു പാഞ്ഞൊഴുകുന്ന ഗംഗയുമൊക്കെ കണ്ട്, ചുറ്റുമുള്ള പ്രകൃതിയുടെ മനോഹാരിത ഒക്കെ കണ്ട്, എല്ലാം ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന പോലെ നിന്ന് ഫോട്ടോ എടുത്ത് മുകളിലേക്ക് പോകുമ്പോൾ ആദ്യമുണ്ടായിരുന്ന ആവേശമൊക്കെ കുറഞ്ഞു വരാൻ തുടങ്ങും. എക്സൈറ്റ്മെൻറ്റ് കുറയാൻ തുടങ്ങും. എല്ലാം കാണാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളപ്പെട്ട് നോക്കി ആസ്വദിച്ച് മലയുടെ മുകളിലേക്ക് കയറി പോകുന്ന ഞാൻ എന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആവേശങ്ങൾ അടങ്ങുന്നു, എല്ലാ ആനന്ദങ്ങളും അടങ്ങുന്നു. ഭയങ്കര ആനന്ദത്തിലാണ്. ഗംഗോത്രിയുടെ പാതി വഴിയിലെത്തുമ്പോൾ ആനന്ദം കൊണ്ട് ശരീരം ഇങ്ങനെ രോമെണീറ്റ് നിൽക്കും, രോമാഞ്ചം കൊണ്ട്. പക്ഷെ ഗംഗോത്രിയിൽ ചെന്ന് അവിടെ നിന്ന് ഗോമുഖിൽ പോയി, അതിൻ്റെ മുകളിലുള്ള തപോവനത്തിൽ പോയി, ആ തപോവനത്തിലെ കുടിയിലിരിക്കുമ്പോൾ ചുറ്റുപാടും ആകാശം മുട്ടി നിൽക്കുന്ന ഹിമവൽ ശൃംഗങ്ങളെ നോക്കി, ആ കൊടുന്തണുപ്പിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആകാശം നോക്കിയിരിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും ഇല്ല, ഒരു പ്ലഷറുമില്ല. പരമമായ ശാന്തി മാത്രം, സമാധാനം മാത്രം. താൻ ഇതുവരെ അറിഞ്ഞെന്ന് കരുതിയ അറിവൊക്കെ എത്ര നിസ്സാരമാണ്. ഞാനിതുവരെ അനുഭവിച്ച പ്ലഷറുകളൊക്കെ എത്ര നിസ്സാരമാണ്. ആ എല്ലാ പ്ലഷറുകളെയും, എല്ലാ അറിവിനെയും, എല്ലാ അനുഭൂതിയെയും,
എല്ലാ അനുഭവങ്ങളെയും വിഴുങ്ങിക്കളഞ്ഞ ഒരു സമാധാനം, ഒരൊഴിവ്. അതിന് പറയുന്ന പേരാണ് സ്പിരിച്വാലിറ്റി. അവിടെ ദൈവവുമില്ല, ചെകുത്താനുമില്ല, സ്വർഗവും നരകവുമില്ല, ആനന്ദവും ദുഃഖവുമില്ല. പരിപൂർണമായ ഒരു ഒഴിവ് മാത്രം, ശാന്തി മാത്രം. അന്വേഷണങ്ങളില്ല. അറിഞ്ഞറിഞ്ഞറിഞ്ഞ് നിറഞ്ഞുപോയ അറിവുകളൊക്കെ അഴിഞ്ഞു വീഴുന്ന ഒരിടം. നമ്മളുടെ മുഖത്ത് അറിയാതെ ഒരു മന്ദഹാസം വിരിയും. അറിവിന് വേണ്ടി നാം വാദിച്ച് തർക്കിച്ച് തോൽപ്പിച്ച നിമിഷങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്ന് ലജ്ജിച്ച് നിൽക്കും. ജയിച്ച ഇടത്തൊക്കെ നമ്മൾ തോൽക്കുകയായിരുന്നു എന്ന് തിരിച്ചറിയുന്ന സമയം. അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വന്നത് അറിവില്ലായ്മയെ സ്പർശിക്കാനായിരുന്നു എന്നറിയുന്ന ഒരു സമയം. ആനന്ദിച്ച് വന്നത് എല്ലാ ആനന്ദങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു സ്വാസ്ഥ്യമുണ്ട്, അതുമാത്രമാണ് ആശ്രയസ്ഥാനമെന്നറിയുന്ന നിമിഷം. ബാക്കിയൊക്കെ എത്ര കിട്ടിയാലും ഇനിയും വേണമെന്ന ആർത്തിയെ വർദ്ധിപ്പിക്കുമ്പോൾ, സ്വസ്ഥതയുടെ ഭൂമികയിൽ ഒരിത്തിരി സമയം നമ്മൾ ഇരുന്നു കൊടുക്കുമ്പോൾ, ഇനിയൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു ഉൾസ്വരം സമാധാനത്തിൽ നമ്മൾ അനുഭവിക്കും. അറിവിൻ്റെ ലോകം ഭൗതികമാണ് എന്നും അറിവില്ലായ്മയുടെ ലോകത്ത് നിന്നാണ് സ്പിരിച്വാലിറ്റി, നാം നമ്മുടെ സ്പിരിറ്റിനെ തൊട്ട് തുടങ്ങുന്നതെന്നും നമ്മൾ അറിയുന്നൊരു നിമിഷമുണ്ട്. നമ്മുടെ അറിവ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അറിവിനു ചിന്തയില്ല, ഓതിടുകയുമില്ല അറിവെന്നറിഞ്ഞ് സർവം വിടുകിലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിലമർന്ന് ഉഴലുന്നതില്ല നൂനം. അറിവിലൂടെ നാം എത്തിച്ചേരേണ്ടത് പരമമായൊരറിവ്, ഞാൻ അറിഞ്ഞു എന്ന അറിവിലേക്കല്ല. അറിവിലൂടെ നാം എത്തിച്ചേരേണ്ടത് ഞാനൊന്നും അറിയാത്തവനാണല്ലോ എന്ന അറിവിലേക്കാണ്. ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാനൊന്നും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ഗുരുക്കന്മാർ പറഞ്ഞത് അതുകൊണ്ടാണ്. റൂമി മസ്നവിയിൽ പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞു എങ്കിലത് ദൈവമല്ല. നിങ്ങൾ അനുഭവിച്ചു എങ്കിലത് ദൈവാനുഭവമല്ല. നിങ്ങൾ കണ്ടു എങ്കിലത് ദൈവത്തെയല്ല. അനുഭവിക്കാനാവാത്ത, അറിയാനാവാത്ത, കാണാനാവാത്ത, കേൾക്കാനാവാത്ത, ഒരറിവിനും അറിയിച്ചു തരാനാവാത്ത, ഒരു പ്ലഷറിലൂടെയും സഞ്ചരിച്ച് കണ്ടെത്താനാവാത്ത ആ വെളിച്ചം, ആ ഭൂമിക, അവിടെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അറ്റ് ഈസ്, നാം സമാധാനത്തിലായിരിക്കും. ഒരു തരത്തിലുമുള്ള ആവേശങ്ങളും നമുക്കുണ്ടാവില്ല, ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടാവില്ല, ഒരു ആനന്ദവും ഉണ്ടാവില്ല. സ്വസ്ഥത, സമാധാനം, പീസ്ഫുൾനെസ്. അവിടെയാണ് ഈ ഞാൻ, എൻ്റെ എന്ന് പറയുന്നതിൻ്റെ അഭാവം നമ്മൾ അനുഭവിക്കുക. നാം എത്ര നിസ്സാരരാണ് എന്ന ഒരു അറിവിലാണ്, അറിവില്ലായ്മയിലാണ് അറിവിരിക്കുന്നതെന്ന് നമ്മൾ അറിയുക. പുൽനാമ്പിൽ നിന്ന് മഞ്ഞുതുള്ളി ഇറ്റി വീഴുന്നത് പോലെയുള്ള ഒരനുഭവം. അവിടെയാണ് വെളിച്ചം. അനുഭവത്തിൻ്റെയും അറിവിൻ്റെയും ലോകം നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് ആവശ്യം തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. നമുക്ക് പ്ലഷർ വേണം, ആരോഗ്യം വേണം, ഐന്ദ്രിയികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള വിഷയപ്രപഞ്ചങ്ങളെ ഹൃദ്യമായി ആസ്വദിച്ച് തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോവേണ്ടത്. പക്ഷേ അതാക്കി കൂടാ നമ്മുടെ ലക്ഷ്യം. അതെല്ലാം നമുക്ക് ആവശ്യമായിരിക്കുമ്പോഴും അതിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും അതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന ഒരു സമാധാനത്തെ,
ഒരു സ്വസ്ഥതയെ മുറിയാതെ ഹൃദയത്തിൽ പുൽകി നടക്കാൻ നാം ശീലിക്കേണ്ടതുണ്ട്. ഒന്നുമില്ലെങ്കിലും ആരുമില്ലെങ്കിലും നാം എല്ലാമുള്ളവരാണെന്നും എല്ലാവരുമുള്ളവരാണെന്നും അനുഭവിപ്പിക്കാൻ സഹായിക്കുന്ന ഒരിടം നമ്മുടെ സ്വസ്ഥതയിൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ എല്ലാ ആനന്ദവും നമ്മെ ദുഃഖിപ്പിക്കും, എല്ലാ അറിവും നമ്മെ വേദനിപ്പിക്കും. എത്ര പേർ നമുക്കൊപ്പം ചേർന്ന് നിൽക്കുന്നുവോ അത്ര അധികം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എത്ര പേർ നമ്മോട് ചേർന്നിരിക്കുമ്പോഴും എന്തൊക്കെ നമുക്ക് ലഭ്യമായിരിക്കുമ്പോഴും എല്ലാ അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മിൽ ഉണ്ടായിരിക്കുമ്പോഴും നമ്മൾ ആരുമില്ലാത്തവരാണെന്നറിയണം. നാം ഒന്നുമല്ല എന്നറിയണം. നാം ഒന്നുമില്ലാത്തവരാണെന്നറിയണം. ആ അറിവിൻ്റെ ആഴത്തിലിരുന്നു കൊണ്ട് വേണം ഈ ഉള്ള ലോകത്തെ, അറിവിൻ്റെ ലോകത്തെ, ഭൗതിക ലോകത്തെ നാം അനുഭവിക്കാൻ. അറിവില്ലായ്മയുടെ, ഇല്ലായ്മയുടെ ആരുമില്ലായ്മയുടെ ആ ഒരു ഇടത്തെ തൊടുമ്പോഴാണ് നാം സ്പിരിച്വലാവുക. കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭോ എന്ന് ഗുരുക്കന്മാർ പ്രാർത്ഥിച്ചത് ആ മൗനത്തിലും ആ സമാധാനത്തിലും ഇരുന്നിട്ടാണ്. ആനന്ദത്തിലിരുന്നിട്ടല്ല, അറിവിലിരുന്നിട്ടല്ല. അർപ്പിച്ചിടുന്നടിയനൊക്കെയും അങ്ങു ശംഭോ എന്ന് പ്രാർത്ഥിച്ചത്. എല്ലാരുമിങ്ങടിയന് അങ്ങൊഴിയുന്നുവെങ്കിൽ എല്ലാം കളഞ്ഞ് എരുതിലേറി വരുന്ന ശംഭോ. അറിവില്ലായ്മയുടെ മഹനീയതയിൽ നിന്ന് ഉയർന്നു വരുന്ന കീർത്തനങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് അറിവ് തേടി തേടി പോകുമ്പോൾ, ആഴത്തിലുള്ള അറിവ് നമ്മൾ ആർജിക്കുമ്പോൾ, പലതരത്തിലുള്ള അനുഭൂതികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. അറിവിൻ്റെ ലോകം നമുക്ക് സമ്മാനിക്കുന്നത് അറിവില്ലായ്മയാണെങ്കിൽ മാത്രം നാം അതിനെ പുൽകുക. അറിവില്ലായ്മയുടെ ലോകത്തേക്കാൾ മാരകമായ വിഷത്തെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് അറിവിൻ്റെ ലോകം. ഒരിക്കലും തിരിച്ചറിഞ്ഞ് നടക്കാൻ പറ്റില്ല. അറിവില്ലായ്മയുടെ ലോകത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മുൻപോട്ട് നടക്കാം. അറിവിൻ്റെ ലോകത്ത് നിന്ന് മുൻപോട്ട് നടക്കാൻ പ്രയാസമാണ്. അറിവാണ് സത്യമെന്ന് തെറ്റിദ്ധരിച്ചാൽ. ഓരോ അറിവും മുൻപോട്ട് നടക്കുമ്പോൾ ബോധത്തെക്കുറിച്ചായാലും ജീവിതത്തെക്കുറിച്ചായാലും ജീവനെക്കുറിച്ചായാലും ഭൗതികതയെക്കുറിച്ചായാലും നാം മുൻപോട്ട് നടക്കുമ്പോൾ നമ്മളിൽ വന്നു ചേരുന്ന, നാം ആർജിക്കുന്ന ഓരോ അറിവും കൂടുതൽ കൂടുതൽ ആഴമാർന്ന അറിവില്ലായ്മയെ നമുക്ക് ഉണർത്തി തരുന്നുണ്ടെങ്കിൽ നാം അറിവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ്. ഓരോ അറിവും നമ്മളിൽ വന്നു ചേരുമ്പോൾ ഇപ്പോഴെനിക്ക് കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഹിംസാത്മകമായ അറിവിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. വെളിച്ചത്തിൻ്റെ വഴിയല്ല അത്. എനിക്കിപ്പോൾ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി എന്ന് അറിവിൻ്റെ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇരുട്ടിലേക്കുള്ള വഴിയാണ്. നേരെ മറിച്ച് കൂടുതൽ കൂടുതൽ വ്യക്തത വരുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, എനിക്കൊന്നും ഉൾക്കൊള്ളാനാകുന്നില്ലല്ലോ, എനിക്കൊന്നും അറിയാനാകുന്നില്ലല്ലോ എന്ന ഒരു സമർപ്പണ ഭാവമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നതെങ്കിൽ അറിവിലൂടെ അറിവില്ലായ്മയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ബോധത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതിന് പറയുന്ന പേരാണ് സ്പിരിച്വാലിറ്റി. അറിവിൻ്റെ ലോകം ഭൗതികമാണെങ്കിൽ അറിവില്ലായ്മയുടെ ലോകമാണ് സ്പിരിച്വൽ. എപ്പോഴൊക്കെ ഞാനൊന്നും അറിയാത്തവനാണല്ലോ, എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ, എനിക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ എന്ന ആശ്ചര്യപരതയോടെ ഇരിക്കാൻ നമുക്കാകുന്നുണ്ടെങ്കിൽ
നാം സ്പിരിച്വലായൊരു ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാം. എനിക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്, കുറേയൊക്കെ വ്യക്തതയുണ്ട്, കുറച്ചും കൂടി വിശാലമായൊരു അറിവിലേക്ക് ഞാൻ ഉണർന്നിട്ടുണ്ട്, ആഴമാർന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നാം ഇരുട്ടിലാണ് എന്ന് അറിയുകയും ചെയ്യണം. എല്ലാ സ്നേഹത്തോടെയും എല്ലാവർക്കും നമസ്കാരം.